ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സെമസ്റ്റർ BBA ഫിനാൻസ് ആൻഡ് മാർക്കറ്റിംഗ് സെമസ്റ്ററുകളുടെ കുട്ടികളുടെ ഫൗണ്ടേഷൻ ടു ബിസിനസ് ഡിസിഷൻ, അവരുടെ BBAയിലെ മേജർ പേപ്പറാണ് ഫൗണ്ടേഷൻ ടു ബിസിനസ് ഡിസിഷന്. ആ ഒരു ചാപ്റ്ററിൻ്റെ മൊഡ്യൂൾ 1 ബന്ധപ്പെട്ട് വരുന്ന തിയറി ക്ലാസ് ആണത്. അപ്പോൾ ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഉപകാരപ്രദമാകുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. സോ ദ ഫസ്റ്റ് മീനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. എന്താണ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ മീനിങ് എന്നാണ്. ഡിസിഷൻ മേക്കിംഗ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് സെലക്ടിങ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഫ്രം സെവറൽ ഓൾട്ടർനേറ്റീവ്സ്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. എന്ത് പ്രോസസ്സ്? സെലക്ട് ചെയ്യുക, ഏറ്റവും ഒരുപാട് ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് വണ്ണിനെ ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്ത പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സാണ് സെലക്ട് ചെയ്യുക, ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്സിനെ സെവറൽ ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. നമുക്കറിയാം, ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ ഗ്രൂപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ആർഗ്യുമെൻറ്റ്സും പോയിൻറ്റ്സുകളും ഉണ്ടാകും. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയതിനെ ചൂസ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇതൊരു ബിസിനസ് ഓർഗനൈസേഷനിലായാലും ബിസിനസ്സിൻ്റെ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഫാക്ടറാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. It involves identifying a problem, ഇവാലുവേഷൻ ഓപ്ഷൻസ് ആൻഡ് ചൂസിങ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് സൊല്യൂഷൻസ്. ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനെയും ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യും, അതിനെ ഇവാലുവേറ്റ് ചെയ്യും, ഇതിന് ഫൈനലി ആണ് എന്ത് ചെയ്യുക? ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയതിനെ ചൂസ് ചെയ്യുക. ഇങ്ങനെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന പ്രോസസ്സുകളാണ്. അതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് പറഞ്ഞാൽ ഒരിക്കലും ഒരു എൻഡ് ചെയ്യുന്ന പ്രോസസ്സല്ല ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആണ് ആൻഡ് എസെൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഫങ്ഷൻ കൂടിയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ മാനേജ്മെൻറ്റിൽ ഫയോളുടെ പ്രിൻസിപ്പിൾസിലൊക്കെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയും എല്ലാം നമുക്ക് ബ്ലെൻഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് നേച്ചർ ആൻഡ് പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിങ്ങിൻ്റെ വിവിധ പ്രോസസ്സുകൾ, അതായത് വിവിധ ഘട്ടങ്ങളും അതിൻ്റെ പ്രത്യേകതകളൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എക്സാമിന് നിങ്ങൾക്കിത് 3 മാർക്സിനും അതേപോലെ തന്നെ 6 മാർക്കിനും ചോദിക്കുന്ന ഏരിയാസ് ആണത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയിൻറ്റ്സുകൾ നോട്ട്സ് ചെയ്ത് തന്നെ പഠിക്കണം. സോ ഫസ്റ്റ് പോയിന്റ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദി പ്രോബ്ലം ഓർ ഓപ്പർച്യൂണിറ്റി. ആദ്യം തന്നെ ആ പ്രോബ്ലം, ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ, ആ കാരണം എന്താണെന്ന് എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനെ ക്ലിയർലി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ക്ലിയർലി ആ ഒരു പ്രോബ്ലത്തിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിരിക്കണം. സോ അതിനുശേഷം കളക്ഷൻ ഓഫ് റെലവൻറ്റ് ഇൻഫോർമേഷനുകൾ എന്ത് ചെയ്യുക? അതുമായി ബന്ധപ്പെട്ടത് കളക്ട് ചെയ്യുക. ദെൻ ഡെവലപ്പിംഗ് പോസിബിൾ ഓൾട്ടർനേറ്റീവ്സ്, അതിന് വേണ്ട പരിഹാരങ്ങളും കാര്യങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്ത് ചെയ്യുക? എങ്ങനെ ചെയ്യുമ്പോഴാണ് അത് പോസിബിൾ ആവുക എന്നനുസരിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ അവിടെ ഡെവലപ്പ് ചെയ്ത് പോകണം. അതിനുശേഷം ആ ഓൾട്ടർനേറ്റീവ്സിനെല്ലാം ഇവാലുവേറ്റ് ചെയ്യുക. ഇതിൽ നമ്മൾ സെലക്ട് ചെയ്താൽ ഏറ്റവും ബെസ്റ്റ് ഏതായിരിക്കാം, എന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായ ഒന്നിനെ ചൂസ് ചെയ്തു. ആ ചൂസ് ചെയ്തതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ദെൻ അതിന് റിവ്യൂ നടത്തുക. അതാണ് മെയിനായിട്ട് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രോസസ്സായിട്ട് വരുന്നത്. നമ്മൾ ഒന്നും കൂടി ബ്രീഫായി പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ആ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കിയെടുത്തു. ഓക്കെ, അതിനെ പരിഹരിക്കാനുള്ള ഇൻഫോർമേഷൻസുകൾ സെലക്ട് ചെയ്തു, അതിൽ നിന്ന് ഓൾട്ടർനേറ്റീവ്സ് ഡെവലപ്പ് ചെയ്തു, ബെസ്റ്റ് ഓൾട്ടർനേറ്റീവിനെ ഇവാലുവേറ്റ് ചെയ്തു, അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റിനെ സെലക്ട് ചെയ്തു. ദെൻ ആ സെലക്ട് ചെയ്തത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് എന്ത് ചെയ്തു? ഫൈനലി റിവ്യൂ നടത്തി. ഇതാണ് നമ്മുടെ ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള പ്രോസസ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്തായിരിക്കാം? ഇതും എപ്പോഴും 3 മാർക്കിൻ്റെയൊക്കെ എക്സാം പേപ്പറിൽ ചോദിച്ച് കാണുന്ന ഏരിയാസാണ്. അപ്പോൾ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഓർഗനൈസേഷണൽ ഗോൾസ് ഇഫക്റ്റീവ്ലി. ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ ഇഫക്റ്റീവായിട്ട് അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണല്ലേ. ഒരു ബിസിനസ്സിൻ്റെ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ് ഡിസിഷൻസ്. എപ്പോഴും ഗുഡ് ഡിസിഷൻസ് എടുത്തെങ്കിൽ മാത്രമേ ബിസിനസ്സിൻ്റെ അവിടെ വളർച്ച ഉണ്ടാവുള്ളൂ.
പറ്റുള്ളൂ. റോങ് ആയിട്ടുള്ള ഡിസിഷൻ ആവുകയാണെങ്കിൽ അത് ബിസിനസ്സിൻ്റെ തന്നെ പ്രോപ്പർ ആ ഒരു അവസ്ഥേനെ ബാധിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്തെങ്കിൽ മാത്രമേ ഓർഗനൈസേഷൻ്റെ ഗോളുകൾ അവിടെ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ദെൻ എഫിഷ്യൻ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. നല്ല ഡിസിഷൻസ് എടുക്കുമ്പോൾ ആ ഒരു ഡിസിഷന് എത്തരത്തിലുള്ള റിസോഴ്സുകൾ അവൈലബിൾ ആണ്, എങ്ങനെയാണ് റിസോഴ്സസുകൾ യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ വരുന്നുണ്ട്. സോ ഇറ്റ് എൻഷുർ ദി ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസിനെ എഫിഷ്യൻ്റ് ആയിട്ടും പ്രോപ്പറായിട്ടും യൂസ് ചെയ്യണം. ദെൻ ഇംപ്രൂവ് പ്രോബ്ലം സോൾവിങ്. എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ അത് സോൾവ് ചെയ്യാനല്ല, നല്ല ഒരു ഡിസിഷൻസ് എടുക്കുന്നവർക്കും ഇൻ്റലിജൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്നവർക്കും മാത്രമേ പെട്ടെന്ന് ഉണ്ടാകുന്ന പ്രോബ്ലംസുകൾ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനും അതിനെ ഇഫക്റ്റീവ്ലി മാനേജ് ചെയ്യാനും എന്തിന് പറ്റുന്നുണ്ട്, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് പറ്റുന്നുണ്ട്. ദെൻ ഫൈനലി എൻകറേജ് ഇന്നൊവേഷൻ ആൻഡ് പ്ലാനിങ്. ഇന്നൊവേഷനും പ്ലാനിങ്ങിനും സഹായിക്കുന്നുണ്ട്. ഇന്നൊവേഷൻ എന്ന് പറഞ്ഞാൽ മോഡേണൈസേഷന്, പുതിയ കാര്യങ്ങൾ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അതിനെ പ്ലാൻ ചെയ്യാനൊക്കെ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ്. ഡിസിഷൻ മേക്കിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ഏരിയാസ് നിങ്ങൾക്ക് 6 മാർക്കിനും 3 മാർക്സിനൊക്കെ വരുന്ന ക്വസ്റ്റ്യനാണ്. 3 മാർക്സ് ആണെങ്കിൽ ഇപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾ സഫീഷ്യൻ്റായി എഴുതിയാൽ മതിയാവും. ഇനി 6 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ മീനിങ്ങും അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ എഴുതിയിട്ട് വേണം ഈ ഒരു 4 പോയിൻ്റ് എഴുതാൻ. അത്യാവശ്യം നമ്മളൊരു 6 മാർക്ക് എത്ര വരും എന്നുള്ളതിനെ കണ്ടറിഞ്ഞ് വേണം എഴുതാൻ. പെട്ടെന്ന് 6 മാർക്കിന് ഈ ഒരു 4 പോയിൻ്റ് എഴുതി വെച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ മീനിങ്ങും ഒക്കെ എഴുതിയിട്ട് ഒരു പേജിൻ്റെ ഒരു പകുതിയൊക്കെ ആകുമ്പോൾ, ഒരു 3/4 ഭാഗമാകുമ്പോൾ വേണം നിങ്ങൾ അഡ്വാൻറ്റേജ് പറഞ്ഞിട്ട് ഇങ്ങനെ ഹെഡിങ് എഴുതിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് നമുക്ക് നോക്കാം. ഫസ്റ്റ് അഡ്വാൻറ്റേജ് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് ക്ലിയർ ഡയറക്ഷൻ ഫോർ ഓൾ ആക്ഷൻസ് ആൻഡ് സ്ട്രാറ്റജീസ്. ഒരു ക്ലിയർ ഡയറക്ഷൻസ് അല്ല ഡിസിഷൻസ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചിന്തിക്കുകയാണെങ്കിൽ തീരുമാനിക്കുകയാണെങ്കിൽ അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അല്ല അതിനെങ്ങനെ ആക്ഷൻ ആക്കി എടുക്കാം, അങ്ങനെ രീതിയിൽ നമ്മൾ ചിന്തിക്കും. അപ്പം നല്ല ഡിസിഷൻസ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഒരു ക്ലിയർ ഡയറക്ഷൻസും നല്ല രീതിയിലുള്ള സ്ട്രാറ്റജീസൊക്കെ അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യും. നല്ല ഒരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ടെങ്കിൽ അവിടെ എഫിഷ്യൻസി കൂട്ടാനും കൺഫ്യൂഷൻസ് കുറയ്ക്കാനും ആൻഡ് മിനിമൈസിങ് കൺഫ്യൂഷൻസുകൾ ഉണ്ടാവുകയാണെങ്കിൽ അഥവാ ഡിലേകൾ എന്തെങ്കിലും ഡിസ്ട്രപ്ഷൻസുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ മിനിമൈസ് ചെയ്യാൻ, അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസിഷൻ മേക്കിംഗ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് എൻകറേജ് അക്കൗണ്ടബിലിറ്റി ആൻഡ് പാർട്ടിസിപ്പേഷൻ എമംഗ് ടീം മെമ്പേഴ്സ്. ഒരു ഡിസിഷൻസ് എടുക്കുമ്പോൾ കുറച്ചിപ്പോൾ മെമ്പേഴ്സൊക്കെ ഉണ്ടാവില്ല, ഒരു ഗ്രൂപ്പിലൊക്കെ ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ മെമ്പേഴ്സിൻ്റെ അക്കൗണ്ടബിലിറ്റിയും അവരുടെ പാർട്ടിസിപ്പേഷനൊക്കെ അവിടെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സഹായിക്കുന്നുണ്ട്. ആൻഡ് എൻഹാൻസ് ഓർഗനൈസേഷണൽ അഡാപ്റ്റബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഓർഗനൈസേഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ആ ഡിസിഷന് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്കിയ എന്ന് പറഞ്ഞൊരു ഫോൺ കമ്പനി എടുക്കുക അല്ലേ. ആ കമ്പനിയുടെ 10 വർഷത്തെ ഡിസിഷൻ മേക്കിംഗ് പോളിസി അല്ല അവരിപ്പോൾ ഫോളോ ചെയ്യുന്നത്. 10 കൊല്ലമുള്ള അവരുടെ ടച്ച് ഫോൺ എന്ന് പറയുന്നത് ഇപ്പോൾ കാണുന്ന ഫോൺ ആയിരുന്നില്ല. അതിന് മുന്നേ അവരുടെ ഒരു കീപാഡ് ഫോണൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെയുള്ള ഓർഗനൈസേഷൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ഡിസിഷനുകളിലും അവിടെ ചേഞ്ചസ് വരുത്താൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് സഹായിക്കും. ഇത്രയാണ് ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട ഏരിയയാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസുകൾ എന്തൊക്കെയായിരിക്കാം എന്നുള്ളത്. സോ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിലും ഇതും എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കുന്ന ഏരിയയാണ്. ഫസ്റ്റ് അതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ് ആൻഡ് കോസ്റ്റ്ലി ആണ്. ഇപ്പോൾ വലിയ ഡിസിഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഹ്യൂജ് എമൗണ്ട് എക്സ്പേർട്ടുകളെ കൺസിഡർ ചെയ്യണം. അവരുടെ ഡിസിഷൻസ് എടുക്കണമെങ്കിൽ ഹ്യൂജ് എമൗണ്ട് വരും. സോ ഇറ്റ് ഈസ് കോസ്റ്റ്ലി. പിന്നെ ടൈം കൺസ്യൂമിങ് ആണ്. ഒരുപാട് ഡിസിഷൻസ് എടുക്കുമ്പോൾ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്.
ആൻഡ് ഇറ്റ് പോസിബിലിറ്റി ഓഫ് മേക്കിംഗ് റോങ് ഡിസിഷൻസ്. ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സാണെങ്കിലും അവിടെയും എന്തുണ്ട്, ചാൻസസ് ഓഫ് എററുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്, തെറ്റുകൾ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ലാക്ക് ഓഫ് ഇൻഫോർമേഷൻ്റെ അഭാവം മൂലമൊക്കെ തെറ്റുകൾ സംഭവിക്കും. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൽ തെറ്റുകൾ വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇറ്റ് മേ ലീഡ് ടു കോൺഫ്ലിക്ട്സ് ഇഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഡിസഗ്രി. സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറഞ്ഞാൽ ഓണേഴ്സ് ഡിസിഷൻ മേക്കിംഗ് എടുക്കുമ്പോൾ, അപ്പോൾ ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സൊക്കെ ഡിസിഷൻസ് എടുക്കുമ്പോൾ അവർ തമ്മിലുള്ള ഡിസിഷൻ്റെ വാക്ക് തർക്കങ്ങൾ കോൺഫ്ലിക്റ്റ് ഒക്കെ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ കോൺഫ്ലിക്റ്റ് സംഭവിക്കാനുള്ള ചാൻസുകളുണ്ട്. ദെൻ ഫൈനലി ഓവർ ഡിപ്പെൻഡൻസ് ഓൺ ഡാറ്റ മേ റെഡ്യൂസ് ക്രിയേറ്റിവിറ്റി. ഇപ്പോൾ ഡാറ്റേനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം, ഡിസിഷൻസ് എടുക്കാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ടൂൾസുകളും അതേപോലെ തന്നെ ഇൻ്റർനെറ്റ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആളുകളുടെ ഇപ്പോൾ കമ്പനിയിലുള്ള ഓർഗനൈസേഷൻ്റെ എംപ്ലോയീസിൻ്റെയും സ്റ്റാഫ്സിൻ്റെയും ഒക്കെ ഡിസിഷൻസ് എടുക്കുന്ന ആ ഒരു കഴിവ് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. സോ എന്തായിരിക്കാം, ഇറ്റ് മേ കൺഫ്യൂസസ് ഓർ റെഡ്യൂസ് ദി ഡാറ്റ ക്രിയേറ്റിവിറ്റി. ഡാറ്റകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ക്രിയേറ്റിവിറ്റീനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുറയ്ക്കും. അതായത് വേറെ ഒരുപാട് ഡാറ്റകൾ ഓവർ ഡിപ്പെൻഡൻറ്റ് ചെയ്യുന്നത് മൂലം അത് ക്രിയേറ്റിവിറ്റീനൊക്കെ കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. ഇത്രയാണ് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ അഡ്വാൻറ്റേജസും ആൻഡ് അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും എക്സാമിന് ഷുവറായി ചോദിക്കുന്ന ഏരിയാസ് ആണ്. പ്രോപ്പറായിട്ട് പഠിച്ചു പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഏരിയ കവർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് ആ ഒരു ഏരിയ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ദെൻ നെക്സ്റ്റ്, ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ബാരിയേഴ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതായത് ബാരിയേഴ്സ്, ഡിസഡ്വാൻറ്റേജ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഒരു നല്ല ഡിസിഷൻ മേക്കിങ്ങിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ലാക്ക് ഓഫ് സഫിഷ്യൻറ്റ് ഓർ ആക്യുറേറ്റ് ഇൻഫോർമേഷൻ. പ്രോപ്പറായിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടാതെ വരുന്നത് എന്തിന് കാരണമാണ്, ഒരു ഇഫക്റ്റീവ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ബാരിയേഴ്സ് ആണെന്നാണ് പറയുന്നത്. ടൈം കൺസ്യൂമിങ്, വർക്ക് പ്രഷർ, മാനേജേഴ്സിൻ്റെയും ആൻഡ് അതേപോലെ തന്നെ ലീഡേഴ്സിൻ്റെ ഒക്കെ പ്രഷർ ഡിസിഷൻ മേക്കിങ്ങിനെ ബാധിക്കുന്നുണ്ട്. ടൈം, ഈ പറഞ്ഞ നമ്മൾ ഡിസഡ്വാൻറ്റേജ് പറയുമ്പോൾ ടൈം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ബാരിയറാണ് ഡിസിഷൻ മേക്കിങ്ങിൽ. അതേപോലെ തന്നെ ഇമോഷണൽ ഓർ പേഴ്സണൽ ബയസ് ഇൻഫ്ലുവൻസിങ് ജഡ്ജ്മെൻറ്റ്. ഡിസിഷൻസ് എടുക്കുമ്പോൾ അത് ഒരാളുടെ ഇമോഷണലി അല്ലെങ്കിൽ അയാളുടെ പേഴ്സണലിൽ വരുന്ന കാര്യങ്ങളെയൊക്കെ മേ ബി ബാധിക്കാം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഫിയർ ഓഫ് ഫെയിലിയർ ഓർ റെസിസ്റ്റൻസ് ടു ചേഞ്ചിനോടുള്ളൊരു പേടി അല്ലെങ്കിൽ ഫെയിലിയർ ആകുമെന്നുള്ള ഒരു ഭയം മൂലമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസിഷൻസ് എടുക്കാൻ പലരും പല ഡിസിഷനുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വിട്ടു നിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പം ഈ ഫെയിലിയേഴ്സും അതേപോലെ തന്നെ ചേഞ്ചസ്, റെസിസ്റ്റൻറ്റ് ടു ചേഞ്ചൊക്കെ ഡിസിഷൻ മേക്കിങ്ങിനെ ബാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കോംപ്ലക്സിറ്റി ആൻഡ് അൺസർട്ടനിറ്റി ഇൻ ബിസിനസ് എൻവിറോൺമെൻറ്റ്. ബിസിനസ്സിൽ വരുന്ന കോംപ്ലക്സിറ്റികൾ, അൺസർട്ടനിറ്റീസ്, ഇതെല്ലാം തന്നെ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പം ബാരിയേഴ്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഉണ്ടായിരിക്കാം, ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ഉണ്ടായിരിക്കാം, ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്, പേഴ്സണൽ ബാരിയേഴ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ഹെഡാണ്. അപ്പോൾ ഈ എല്ലാ ഹെഡിൻ്റെയും കൂടി വരുന്നൊരു കോമൺ ആയിട്ട് വരുന്നൊരു 5 പോയിന്റ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇത് കൂടായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാരിയേഴ്സും കൂടി എന്ത് ചെയ്യണം, റെഫർ ചെയ്യേണ്ടതായിട്ട് വരണം. ഇനി നമുക്ക് വേസ് ടു ഓവർകം ബാരിയേഴ്സിനെ നമുക്ക് എങ്ങനെയൊക്കെ ഓവർകം ചെയ്യാമെന്നാണ് പഠിക്കുന്നത്. ഏത് രീതിയിൽ നമുക്ക് ബാരിയേഴ്സിനെ ഓവർകം ചെയ്യാം. അപ്പം ഫസ്റ്റ് ബാരിയർ എന്ന് പറയുന്നത്, നമുക്ക് ബാരിയർ ഓവർകം ചെയ്യാനുള്ളത് കളക്ട് ആൻഡ് അനലൈസ് ആക്യുറേറ്റ് ഇൻഫോർമേഷൻസ്. നല്ല ആക്യുറേറ്റും ഒതൻറ്റിക്കുമായിട്ടുള്ള ഇൻഫോർമേഷനുകൾ കളക്ട് ചെയ്യുക. ആ ഇൻഫോർമേഷനെ അനലൈസ് ചെയ്തിട്ട് വേണം ഡിസിഷൻസ് എടുക്കാൻ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുവിധം ഈ പറഞ്ഞ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദ ഫസ്റ്റ് പോയിന്റ് ഈസ് കളക്ട് ആൻഡ് അനലൈസ് ആക്യുറേറ്റ് ഇൻഫോർമേഷൻസ്. ആൻഡ് സെക്കൻഡ് വൺ, എൻകറേജ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ. അതായത് ഡിസിഷൻ എടുക്കുമ്പോൾ പ്രശ്നങ്ങൾ വേണമെങ്കിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഫോറം അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതിലെ മെമ്പേഴ്സിനെയും ആളുകളെയും എല്ലാം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ഇൻവോൾവ് ചെയ്തിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ ഒരുവിധം വരുന്ന പ്രശ്നങ്ങൾ അവിടെ ഓവർകം ചെയ്യാമെന്നാണ് പറയുന്നത്.
യൂസ് ലോജിക്കൽ ആൻഡ് സയൻറ്റിഫിക് അപ്രോച്ച് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ലോജിക്കലും സയൻറ്റിഫിക് ആയിട്ട് വരുന്ന അപ്രോച്ചസിന് എന്ത് ചെയ്യണം, ഡിസിഷൻ മേക്കിങ്ങിൽ എപ്പോഴും ഡിസിഷൻ എടുക്കുമ്പോൾ കുറച്ചും കൂടി ലോജിക്കലായിട്ടും സ്മാർട്ടായിട്ടും ഇൻ്റലിജൻ്റായിട്ടൊക്കെ എന്ത് ചെയ്യണം, ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ശ്രദ്ധിക്കണം. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് പ്രൊവൈഡ് ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസ് ടു ഡിസിഷൻ മേക്കേഴ്സ്. ഡിസിഷൻ എടുക്കുന്ന വ്യക്തികളാണ് ഡിസിഷൻ മേക്കേഴ്സ്. അവർക്ക് ട്രെയിനിങ്ങും എക്സ്പീരിയൻസും ഡെവലപ്മെൻറ്റ്സും ഒക്കെ കൊടുത്തെങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് അവരെ ഡിസിഷൻ എടുക്കുന്ന ഫീൽഡിൽ കുറച്ചും കൂടിയും മെച്യൂർഡും ഇൻ്റലിജൻറ്റും അലേർട്ട്നെസ്സും ആകുള്ളൂ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള ബാരിയേഴ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ട്രെയിനിങ് എക്സ്പീരിയൻസുകൾ കൊടുക്കണം എന്നാണ് പറയുന്നത്. ആൻഡ് ഫൈനലി റിവ്യൂ ഡിസിഷൻസ് റെഗുലർലി ടു എൻഷുർ ഇംപ്രൂവ്മെൻറ്റ്. ഡെയിലി എടുക്കുന്ന ഡിസിഷൻസും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നങ്ങളെയും അതിൻ്റെ പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയും ഒക്കെ കുറിച്ച് പഠിക്കണം, അതിന് റിവ്യൂ ചെയ്യണം. റെഗുലർലി ഒരു ബിസിനസ്സിൻ്റെ ഡിസിഷനുകൾ റിവ്യൂ ചെയ്യണമെന്നാണ് പറയുന്നത്. അങ്ങനെ അത്തരത്തിൽ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പം ആദ്യം നമ്മൾ ഇൻഫോർമേഷൻസിനെ ആക്യുറേറ്റ് കളക്ട് ചെയ്യുക, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഫോം ഉണ്ടാക്കണം, ലോജിക്കൽ രീതിയിൽ ഡിസിഷൻ എടുക്കണം, ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം, ആൻഡ് അതേപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് റിവ്യൂ ചെയ്തിട്ട് അത് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു ബാരിയേഴ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇതും എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് കേട്ടോ, നോട്ട് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ഇന്നെടുത്ത ക്ലാസ്സിൻ്റെ ഒരു സമ്മറി നോക്കാം. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഏകദേശം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു 15-16 മിനിറ്റ് കൊണ്ട് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ക്ലാസ്സാണിത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്രദമെങ്കിൽ നമ്മൾ ഇനിയും ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു സമ്മറി എന്താണെന്ന് നോക്കണം. ഇപ്പോൾ ഇന്നെടുത്ത ക്ലാസ് ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതല്ലേ. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ബാക്ക് ബോൺ ഓഫ് മാനേജീരിയൽ പ്രോസസ്സാണ്, ഒരു മാനേജീരിയൽ ഫങ്ഷൻസിൻ്റെ. നമുക്കറിയാം മാനേജ്മെൻറ്റ് ഫംഗ്ഷനുകൾ ഏതൊക്കെയായിരുന്നു, പ്ലാനിങ്, ഓർഗനൈസിങ് അല്ലേ, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, സ്റ്റാഫിങ്, അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. പോർട്ട് സ്കോർബ് പോലുള്ള ആ ഒരു രീതിയാണല്ലോ പഠിക്കേണ്ടത്. പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, സ്റ്റാഫിങ് ആൻഡ് കോർഡിനേറ്റിംഗ്, കൺട്രോളിംഗ് ഒക്കെ ഇതിൽ വരുന്നതാണ്. അപ്പം ഈ മാനേജറിയൽ ഫംഗ്ഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ഒന്നാണ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇഫക്റ്റീവ് ഡിസിഷൻസ് എടുക്കുമ്പോൾ സക്സസ് ഉണ്ടാകുന്നുണ്ടായിരിക്കാം, ഗ്രോത്ത് ഉണ്ടാകാം, ആൻഡ് അതേപോലെ സസ്റ്റൈനബിലിറ്റി ഉണ്ടാകും. ആ ബിസിനസ് അവിടെ കുറച്ചും കൂടി ഗ്രോ ചെയ്യുമല്ലോ. നല്ലൊരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ, ഒരു ബിസിനസ് ഫേം നല്ലൊരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ നല്ല ഗ്രോത്തും അച്ചീവബിലിറ്റി ഒക്കെ ഉണ്ടായിരിക്കാം. ദെൻ മാനേജേഴ്സ് കുറച്ചും കൂടി റാഷണൽ ആയിരിക്കണം, ഇൻ്റലിജൻ്റ് ആയിരിക്കണം, ഡാറ്റ ഡ്രിവൺ ആയിരിക്കണം, അൺബയാസ്ഡ് പേഴ്സണൽ കാര്യങ്ങൾ, അൺബയാസ്ഡ് ഡിസിഷൻ പറഞ്ഞാൽ പേഴ്സണൽ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കാതെ ഉള്ള ഡിസിഷനുകളായിരിക്കണം. അപ്പോൾ ഇത്ര രീതിയിൽ മാനേജേഴ്സും പ്രോപ്പറായെങ്കിൽ മാത്രമേ ഡിസിഷൻ അവിടെ പ്രോപ്പറായി എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഇത്രയാണ് നമ്മുടെ വീഡിയോ എന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും നിങ്ങൾക്ക് വീഡിയോസും ക്ലാസ്സുകളും വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.